ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്ന സെന്റൻസുകൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു, എനിക്ക് അവനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, എനിക്കത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾക്ക് അവിടെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു, അവനതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി പറയില്ലേ? അല്ലെങ്കിൽ പറയും അവരോടൊന്ന് മിണ്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അവരെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ പറയും അല്ലേ? നമുക്ക് നടക്കാതെ പോയ ചില കാര്യങ്ങളാണ് അതല്ലേ? നമുക്ക് അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ ഫസ്റ്റ് ഒരു സെന്റൻസ് എടുക്കാം. എനിക്കവിടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. എനിക്കവിടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. എനിക്കവിടെ പോകണമെന്ന് നമ്മൾ എങ്ങനെ പറയും? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞു. വാണ്ട്, നീഡ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് തന്നിരുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് പഠിക്കുക. വാണ്ട്, നീഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പം ഈ ലിങ്കിൽ നിങ്ങൾ നോക്കി പഠിക്കുക. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ്, എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു. എങ്ങനെ പറയും? കഴിഞ്ഞു പോയൊരു കാര്യമാണ് അല്ലേ? എനിക്ക് ആയി പോകണമെന്നുണ്ടായിരുന്നു, വാണ്ടഡ്, വി ടു. ഇനി പോവുക, ഗോ. അപ്പൊ അതിന്റെ മുമ്പില് ടു. ഐ വാണ്ടഡ് ടു ഗോ ദർ. എനിക്കവിടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ, ബട്ട്. എനിക്ക് ആയി കഴിഞ്ഞില്ല. കനോട്ട് അല്ല, കുഡിന്റ്. കഴിഞ്ഞില്ല. കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഐ കുഡിന്റ്. ഐ വാണ്ടഡ് ടു ഗോ ദർ ബട്ട് ഐ കുഡിന്റ്. എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. ഇനി അവൾക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. അവൾക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ അവൾ ഷീ കഴിഞ്ഞുപോയി. വാണ്ടഡ്, ഷീ വാണ്ടഡ്. പറയുക സേ ആണ്, വി വൺ ആണ്, തൊട്ടു മുമ്പിൽ ടു വേണം. അപ്പോ ഷീ വാണ്ടഡ് ടു സേ, പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക്, പക്ഷെ എന്ത് പറ്റി? ഷീ കുഡിന്റ്, ബട്ട് ഷീ കുഡിന്റ്. പക്ഷെ അവൾക്ക് കഴിഞ്ഞില്ല. കുഡിന്റ് കഴിഞ്ഞില്ല. ഇനി അവന് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. അവന് വരണമെന്നുണ്ടായിരുന്നു. ഹി വാണ്ടഡ് ടു കം, പക്ഷേ ബട്ട് ഹി കുഡിന്റ്, അവന് കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? വാണ്ട് എന്ന് പറഞ്ഞാൽ വരണം. ഇനി വരണമെന്നുണ്ടായിരുന്നു. വാണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരണമെന്നും വരണമെന്നുണ്ട് എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഇത് നമ്മൾ പാസ്റ്റിലോട്ടാക്കി പറയാണ്. വരണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യ സബ്ജക്റ്റ് കൊടുത്തു, വാണ്ടഡ് എന്ന് കൊടുത്തു, ടു കൊടുത്തു, വേർബ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുത്തു. ടു കഴിഞ്ഞാൽ വേർബ് വി വൺ തന്നെ. അപ്പോൾ പോകണമെന്നുണ്ടായിരുന്നു, ചെയ്യണമെന്നുണ്ടായിരുന്നു, കളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും. എനിക്ക് അവനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെ പറയാം? ഐ വാണ്ടഡ് ടു സ്പീക്ക് ഹിം. സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. കുഡിന്റ്, കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു രീതി, സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? വാണ്ടഡ് കഴിഞ്ഞ കാര്യമായതുകൊണ്ട് നമ്മൾ വാണ്ടഡ് ഉപയോഗിക്കുന്നു. ടു വേർബ് വി വണ്ണിൽ കൊടുക്കുന്നു. ഇനി വേറെ ഒരു രീതി നമുക്ക് പറയണം. എനിക്ക് അവരുടെ അനുവാദമില്ലാതെ വരാൻ കഴിയില്ല എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ പറയും അവരോട് ചോദിക്കാതെ പോകാൻ കഴിയില്ല. വിത്തൗട്ട് അല്ലെ, ചോദിക്കാതെ പോകാൻ കഴിയില്ല. അവനോട് പറയാതെ അത് ചെയ്യാൻ കഴിയില്ല. സമ്മതമില്ലാതെ അത് എടുക്കാൻ കഴിയില്ല. ഇങ്ങനെ നമ്മൾ പറയില്ലേ? ഇങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കും ഇല്ലേ? അവരുടെ പെർമിഷൻ, അവരുടെ അനുവാദമില്ലാതെ, പെർമിഷൻ ഇല്ലാതെ അത് എടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അവരോട് ചോദിക്കാതെ ഇത് പറയാൻ പറ്റില്ല. ഇനി എന്താണ്? അവൻ വരാതെ ഒന്നും തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ സെന്റൻസും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അവന്റെ സമ്മതമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവന്റെ സമ്മതമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് എന്ത് പറയണം? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആദ്യം പറയണം. അപ്പൊ എനിക്ക് ആയി. കഴിയില്ല,
കനോട്ട്. ഇവിടെ കുഡിന്റ് അല്ല. കാര്യം എന്താ? അത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണ് കുഡിന്റ് പറഞ്ഞത്. ഇവിടെ നമ്മളിങ്ങനെ പറയാണ്, ഇപ്പോഴത്തെ കാര്യം പറയാണ്, ഐ കനോട്ട്, എനിക്ക് കഴിയില്ല. എന്ത് കഴിയില്ല? ചെയ്യാൻ കഴിയില്ല. ചെയ്യുക, ഡു. ഐ കനോട്ട് ഡു ഒന്നും, എനിത്തിങ്. ഐ കനോട്ട് ഡു എനിത്തിങ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തിനാണ്? അവന്റെ അനുവാദം ഇല്ലാതെ. അപ്പൊ നമുക്ക് വിതൗട്ട് വേണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിതൗട്ട് അവന്റെ, ഹിസ് എന്താണ്? കൺസെന്റ്. അവന്റെ അനുവാദം ഇല്ലാതെ. കൺസെന്റ് എന്ന് പറഞ്ഞാൽ അനുവാദം, അനുവാദം ഇല്ലാതെ. അപ്പൊ അവന്റെ അനുവാദം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയണം? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആദ്യം പറയണം. എങ്ങനെ പറയണം? ഐ കനോട്ട് ഡു എനിത്തിങ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വിതൗട്ട് ഹിസ് കൺസെന്റ് അല്ലെങ്കിൽ ഹിസ് പെർമിഷൻ, ഏതെങ്കിലുമൊക്കെ വേർബ് വെക്കുക. ഹിസ് കൺസെന്റ്, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി വേറെ ഒരു സെന്റൻസ്, അവരോട് പറയാതെ എനിക്ക് വരാൻ കഴിയില്ല. അവരോട് പറയാതെ എനിക്ക് വരാൻ കഴിയില്ല. അപ്പൊ ആദ്യം എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയണം. ഐ കനോട്ട് കം. കഴിയില്ല, കനോട്ട്. ഐ കനോട്ട് കം എന്താണ്? അവരോട് പറയാതെ എനിക്ക് വരാൻ കഴിയില്ല. വിതൗട്ട്, വിതൗട്ട് പറയാതെ. വിതൗട്ട് എന്താണ്? ടെല്ലിങ് ദം, ദം അവരോട്. വിതൗട്ട് ടെല്ലിങ് ദം, അവരോട് പറയാതെ എനിക്ക് വരാൻ കഴിയില്ല. ഐ കനോട്ട് കം, വരാൻ കഴിയില്ല. വിതൗട്ട് ടെല്ലിങ് ദം, അവരോട് പറയാതെ. എനിക്കിത് സംസാരിക്കാൻ കഴിയില്ല. എന്താണ്? എനിക്കിത് സംസാരിക്കാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയണം? എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയണം? അതെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഏത് രീതിയിലാണോ നിങ്ങളുടെ നാട്ടിൽ സംസാരിക്കുന്നത് അത് പറയാം. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ എങ്ങനെ പറയണം? ഐ കനോട്ട്. കനോട്ട് എന്നാണ് പറയേണ്ടത്. ഐ കനോട്ട്. ക്യാൻ എന്ന് പറയുന്നത് ഓക്സിലറി ആണ്, പിന്നെ വേർബ് V1 ആണ്. അപ്പൊ കനോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. ഐ കനോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. എന്താണ്? അവളോട് ചോദിക്കാതെ. വിതൗട്ട് ആസ്കിങ് ഹർ. ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക. വിതൗട്ട് ആസ്കിങ് ഹർ, അവളോട് ചോദിക്കാതെ സംസാരിക്കാൻ കഴിയില്ല. ഇനി നല്ലവണ്ണം പഠിക്കാതെ പരീക്ഷ എഴുതാൻ കഴിയില്ല. നീ നല്ലവണ്ണം പഠിക്കാതെ പരീക്ഷ എഴുതാൻ കഴിയില്ല. യു കനോട്ട് റൈറ്റ് ദ എക്സാം. കനോട്ട് ആണ്, കഴിയില്ല, നിനക്ക് കഴിയില്ല. ഈ കനോട്ട് റൈറ്റ് ദ എക്സാം, എക്സാം എഴുതാൻ നിനക്ക് കഴിയില്ല. വിതൗട്ട്, പഠിക്കാതെ. സ്റ്റഡിങ് വെൽ. വിതൗട്ട് സ്റ്റഡിങ് വെൽ, പഠിക്കാതെ നിനക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയില്ലാത്തത് അത് ആദ്യം പറയുക. പിന്നെ അടുത്തത് പെർമിഷൻ ഇല്ലാതെ, വിതൗട്ട് പെർമിഷൻ, വിതൗട്ട് നോളജ്, അറിവില്ലാതെ എന്താണോ നമുക്ക് പറയേണ്ടത് അത് പറയുക. വിതൗട്ട് ടെല്ലിങ്, ചോദിക്കാതെ. വിതൗട്ട് സ്പീക്കിംഗ്, സംസാരിക്കാതെ. വിതൗട്ട് ആസ്കിങ്, എന്താണോ നിങ്ങൾക്ക് പറയേണ്ടത് അത് വിതൗട്ട് ചേർത്തും കൂടെ പറയുക. ഇനി നിങ്ങൾക്കുള്ള സെന്റൻസ് തരാം. നല്ലവണ്ണം ചിന്തിക്കാതെ എനിക്കത് ചെയ്യാൻ കഴിയില്ല. നല്ലവണ്ണം ചിന്തിക്കാതെ എനിക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു ചിന്തിക്കണം. എനിക്കത് ചെയ്യാൻ കഴിയില്ല നല്ലവണ്ണം ചിന്തിക്കാതെ. കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സും ഇഷ്ടപ്പെട്ടല്ലോ. നമ്മൾ ജീവിതത്തിൽ പറയുന്ന സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് എങ്കിൽ നമുക്ക് നിങ്ങളെ സംസാരിപ്പിക്കാം. അതായത് നിങ്ങൾക്കൊരു ട്രെയിനറുടെ സഹായത്തോടു കൂടി സംസാരിച്ച് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഗ്രാമർ എല്ലാം കേട്ട് മനസ്സിൽ ഇങ്ങനെ വെക്കാതെ അത് നിങ്ങൾ പുറത്തോട്ട് ഉപയോഗിക്കാൻ സാഹചര്യമില്ലാത്തവർക്കാണ് നമ്മൾ സംസാരിച്ച് പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ സംസാരിച്ച് തന്നെ പഠിക്കണം. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പം എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായി കാണുന്നത് വരെ ബൈ ബൈ.